ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വീക്കെൻഡായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഔട്ടിംഗ് ആയിരുന്നു ഇത്. കോർഫക്കാനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറയുന്നത് അജ്മാനിലാണ്. അജ്മാനിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു കോർഫക്കാനിലേക്ക്. ഞങ്ങളൊരു 3 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു 3 മണി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് താഴേന്ന് കുറച്ച് ചോക്ലേറ്റ് അതെല്ലാം വാങ്ങിച്ചു. കാര്യം ഈ ട്രാവലിംഗ് സമയത്ത് പിള്ളേർക്കായിട്ട് എന്തെങ്കിലും കരുതിയില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ ബഹളം തുടങ്ങും. പിന്നെ ഞങ്ങൾ ഒരു 4:30 ഒക്കെ ആയപ്പോൾ തന്നെ ഈ മൗണ്ടൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തി. അപ്പം ഈ മൗണ്ടനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇത് നമ്മുടെ കോർഫക്കാനിലെ ഫസ്റ്റ് ടണലാണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടണലാണ്. അപ്പോൾ ഈ ടണലിലേക്ക് കയറിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഫോണൊക്കെ എടുത്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ് ഷീസ് പാർക്കിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ടൈം ഞങ്ങൾ ഷീസ് പാർക്കിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനു മുന്നേ ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഈ ടണലിൻ്റെ വീഡിയോ എടുക്കുന്ന ആ ഒരു തിരക്കിൽ ഈ ഷീസ് പാർക്കിൻ്റെ വഴി എങ്ങോട്ട് മിസ്സായിപ്പോയി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വേറൊരു ബീച്ചിലേക്ക് പോയിട്ട് അന്ന് തിരിച്ചു പോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത്തവണ എന്തായാലും ഷീസ് പാർക്കിൻ്റെ വഴി നമുക്ക് അറിയാം. ഫസ്റ്റ് ടണൽ കഴിഞ്ഞ് സെക്കൻഡ് ടണലിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ റൈഡിലേക്ക് എടുക്കുമ്പോൾ തന്നെയാണ് ഈ ഷീസ് പാർക്ക് ഉള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത്തവണ വഴി തെറ്റത്തില്ല. ഞങ്ങൾ ഷീസ് പാർക്കിലേക്ക് തന്നെ പോവുകയാണ്. മുന്നേ ഞങ്ങൾ പോകുമ്പോൾ ആ ഒരു പാർക്ക് അത്ര മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ തന്നെ അവിടെ കുറേ ഒരു റെസ്റ്റ് ഏരിയയും കുറേ ടോയ്സും കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷീസ് പാർക്കിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ഇവിടെ ഫ്രീ അല്ല. പാർക്കിങ്ങിൻ്റെ കാശിട്ടു. അത് കഴിഞ്ഞിട്ട് ഷീസ് പാർക്കിലേക്ക് എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 5 dirhams പെർ ഹെഡ് വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി. ഇപ്പോൾ ഇവിടെ ഈ നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പിള്ളേർക്ക് ഇതുപോലെ കളിക്കാനുള്ള കുറേ ഏരിയയും. പക്ഷേ നമുക്കവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഈ ബാർഗും ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഇങ്ങനെ ആൾ കുറഞ്ഞൊരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെട്ടി. അപ്പോൾ പുള്ളിക്കാരി അവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ നടന്നിരിക്കുകയായിരുന്നു. ഇത് മൗണ്ടെയിനിന് മുകളിലേക്ക് പോകുന്നൊരു വ്യൂ ആണ്. കുറച്ച് ദൂരം മാത്രമേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ബാർഗുവിൻ്റെ കരച്ചിൽ കേട്ടിട്ട് പിന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. കാര്യം വലിയ ബുദ്ധിമുട്ടായി. നമ്മളെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടി നടക്കാനായിട്ടൊരു അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി അവിടെയൊക്കെ ഇങ്ങനെ കിടന്ന് റൗണ്ട് ചെയ്ത് പോയി. അപ്പോൾ ആ സമയത്ത് തുമ്പി പോയിട്ട് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു. ഒരു 8 ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ.